ഷീജ, ഏതായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് തന്ത്രി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്? ഒരു സ്ലൈറ്റ് വേരിയേഷൻ ECGയിൽ കണ്ടതുകൊണ്ടാണോ? മനു, നിലവിലേതായാലും അതായത് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ മെഡിക്കൽ ഓഫീസർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷെ കാലിൽ നീരുണ്ട്, BP ഉയർന്ന തോതിൽ ആയിരുന്നു. പക്ഷേ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മരുന്ന് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ BP വേരിയേഷൻ അത് മാറിയിട്ടുണ്ട്, അത് സ്റ്റേബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ BP ഉയർന്ന നിലയിലായിരുന്നതുകൊണ്ട് ECG എടുത്തിരുന്നു. ECGയിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പോലും ബ്ലഡ് ടെസ്റ്റ്, ഈ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി നടത്തുന്ന ഡ്രോപ്പ് T ടെസ്റ്റ് ഉണ്ട്. ആ ഡ്രോപ്പ് T ടെസ്റ്റിൽ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം അതിൽ ഉള്ളതായി കാണുന്നില്ല. ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി ഇപ്പോൾ ഈ രീതിയിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ, അദ്ദേഹത്തെ ചികിത്സിച്ച മെഡിക്കൽ ഓഫീസർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് തന്ത്രി ഉള്ളത്. രാവിലെ ആയിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ ജയിലിൽ വെച്ച്, സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് അനുഭവപ്പെട്ടത്. അതേ തുടർന്ന് ജയിലിലെ തന്നെ ഡോക്ടർ പരിശോധന നടത്തിയപ്പോൾ BP ഉയർന്ന തോതിലായത് ഒരു പശ്ചാത്തലത്തിലാണ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് അടക്കം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മനു, ശരി.